മനസ്സുമാരെ ഞാൻ മജീദാണോ മൊട്ടം വെയിലത്ത് അടപ്പാടി. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില ഒരു പവന് 80,000 ചില്ലാൻ റുപ്യാണ്. ഞാനിത് പറയാൻ കാരണം, ഞാൻ തണുപ്പത്ത് പോയിരിക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാം. ഞാനിത് പറയാൻ കാരണം എൻ്റെ കുടുംബത്തിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കുട്ടിൻ്റെ അരീത്തെ ചെയിന് ഇവിടെ കാളിയാവ് പള്ളിശ്ശേരി ഓഡിറ്റോറിയത്തേക്ക് കല്യാണത്തിന് പോയപ്പോൾ അവിടുന്ന് അത് നഷ്ടപ്പെട്ടു. അത് ഞാൻ അരിയിൽ നിന്ന് ആരെങ്കിലും എടുത്തുക്കാണോ അതോ അരിയിൽ നിന്ന് കൊഞ്ഞാടിയിട്ട് ആരെങ്കിലും കയ്യിൽ കിട്ടിക്കുക എന്തോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഏകദേശം 2 മാസം വഹിക്കണം. അപ്പോൾ അത് ആർക്കെങ്കിലും കിട്ടുകയെന്ന് വെച്ചാൽ ഞാൻ ഇതിലെൻ്റെ മൊബൈൽ നമ്പർ ഇതിൽ രേഖപ്പെടുത്തിക്കുന്ന നമ്പറിലോട്ട് വിളിക്കൊണ്ടു. ഓക്കെ. പിന്നെ പറയാനില്ല പറഞ്ഞാൽ ഇപ്പോൾ ഈ മുതലാളിമാരെ സ്വർണ്ണമൊക്കെ പറഞ്ഞാൽ ബാങ്ക് ലോക്കറിലാക്കാരം. പക്ഷേ നമ്മളെപ്പോലത്തെ ആൾക്കാർ വല്ല കുറിയിലോ വേറെ എന്തെങ്കിലും വല്ല ചിട്ടിയിലൊക്കെ കൂടിക്കാണ്ട് ആ പൈസ കിട്ടിയിട്ട് ഇതേമാതിരി സ്വർണം മേടിച്ചിട്ട് അത് 4 ആളെ കാണിക്കാൻ വേണ്ടി കുട്ടികളെ കയ്യമ്മയും അതേമാതിരി ആ ആളെ കയ്യമിട്ടുകാണ്ട് ആൾക്കാരുടെ ഇടയിൽ കൂടി നടക്കും. ഇപ്പോൾ സ്വർണ്ണത്തിന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 80 ചില്ലാൻ റുപ്യാണ് ഒരു പവന്. അപ്പോൾ ഇതേമാതിരി പൈസക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ കണ്ണിൽ ഈ കുട്ടികൾ ചെറിയ കുട്ടികളെ എന്ന് വെച്ചാൽ 1 വയസ്സൊക്കെ പ്രായമില്ലാത്ത കുട്ടികളെ അരിയിലും കൗത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളെ വരെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. എന്നുവെച്ചാൽ സാധാരണക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കെട്ടിക്കാണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നടക്കുക. പൈസക്കാർ ലോക്കറിൽ വെക്കും, ബാങ്ക് ലോക്കറിൽ വെക്കും. ഓക്കെ. പിന്നെ പറയാനുള്ളത് എൻ്റെ വർക്കിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ വീടിൻ്റെ പടവ് അതേമാതിരി വാർപ്പ് എന്ന് വെച്ചാൽ വീടിൻ്റെ മൊത്തത്തിൽ പണി. അപ്പോൾ അങ്ങനത്തെ പണി ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടു എൻ്റെ നമ്പർ ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കണ്. ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഇപ്പോൾ ഞങ്ങൾ പണിയെടുക്കുന്ന സ്ഥലം ഇതാണ്, കണ്ടില്ലേ? ഇവിടെയാണ് ഞങ്ങൾ പണിയെടുക്കണം. അപ്പോൾ ഓക്കെ. അപ്പോൾ പണിയുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതേമാതിരി ആ ചെയിൻ ആരെയും കയ്യിൽ കിട്ടിയിരിക്കണമെങ്കിൽ എൻ്റെ ഈ മൊബൈൽ നമ്പറിലോട്ട് ഒന്ന് വിളിച്ച് പറയുള്ളൂ. കാരണം അതൊക്കെ ഉണ്ടാക്കിയത് പറഞ്ഞാൽ അത്രയും റിസ്ക് പിടിച്ചാണ് ആ ചെയിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് ഞാൻ 3 ദിവസം മുന്നേ ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ട ഒരു ഫോട്ടോസാണ്. അന്ന് ഞാനിത് ഫേക്ക് ഫോട്ടോ ആണെന്ന് എനിക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടാൻ കാരണം ഇപ്പോൾ സമൂഹത്തിൽ ഈ പൈസ ഉള്ള ആൾക്കാർ ജാതി മതം നോക്കാതെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർക്ക് സമ്പത്തുണ്ട്. അതേമാതിരി ഈ പൈസ ഇല്ലാത്ത ആൾക്കാരുടെ മക്കൾ ഇതേമാതിരി ജാതി മതം നോക്കാതെ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ അവർ കേവലം അപ്പോഴത്തെ ഒരു സ്നേഹബന്ധത്തിലാക്കാരം അവർ വിവാഹം കഴിക്കുക. പിന്നെ അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് വരെ പിന്നെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് വരും. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആർക്കും ജാതി മതം നോക്കാതെ ആർക്കും വിവാഹം കഴിക്കാൻ ഒരു സ്വതന്ത്രമുണ്ട്. പക്ഷേ പൈസ ഇല്ലാത്ത ആൾക്കാർ ഇതേമാതിരി യുവാക്കൾ ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു ഉറപ്പാണ്. അതുകൊണ്ടാണ് അന്ന് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ കാരണം.